ലോകത്ത് ആദ്യമായി തെരഞ്ഞെടുപ്പിലൂടെ കമ്മ്യൂണിസ്റ്റുകൾ അധികാരത്തിൽ വന്ന കേരളത്തിന്റെ തലസ്ഥാന ഭരണമാണ് ഇപ്പോൾ ബി.ജെ.പി. പിടിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പകുതിയിലേറെ സീറ്റുകൾ ഒറ്റയ്ക്ക് നേടി ബി.ജെ.പി. നടത്തിയ മുന്നേറ്റം ഇടതുപക്ഷത്തെയും അതുപോലെ തന്നെ യു.ഡി.എഫിനെയും ശരിക്കും ഞെട്ടിക്കുന്നതാണ്. കോൺഗ്രസ് വിമതരായി വിജയിച്ച 2 കൗൺസിലർമാരുടെ പിന്തുണയും ബി.ജെ.പി. ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാക്കാൻ ബി.ജെ.പിക്ക് സാധിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷന് പുറമെ 26 ഗ്രാമപഞ്ചായത്തുകളുടെ ഭരണവും അതുപോലെ തന്നെ 2 മുനിസിപ്പാലിറ്റികളുടെ ഭരണവും ബി.ജെ.പി. ഉറപ്പിച്ചിട്ടുണ്ട്. വോട്ടിംഗ് ശതമാനവും ബി.ജെ.പിക്ക് വർദ്ധിച്ചിട്ടുണ്ട്. അതിന്റെ കണക്കുകൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ CPM അനുകൂല നിലപാട് തങ്ങൾക്ക് ഗുണം ചെയ്തതായിട്ടാണ് ബി.ജെ.പി. കരുതുന്നത്. വെള്ളാപ്പള്ളി ഒപ്പമുണ്ടെങ്കിൽ ഈഴവ വോട്ടുകൾ ലഭിക്കുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കണക്കുകൂട്ടലുകൾ കൂടിയാണ് ഇവിടെ തെറ്റിയിരിക്കുന്നത്. വെള്ളാപ്പള്ളി പിന്തുണയ്ക്കുന്നവര് തോൽക്കുന്ന ചരിത്രമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇപ്പോൾ ദൃശ്യമായിരിക്കുന്നത്. PM ശ്രീ പദ്ധതി നടപ്പാക്കാമെന്ന നിലപാടുമായിട്ട് ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് പോയത് UDF-ന് മാത്രമല്ല ബി.ജെ.പിക്ക് കൂടിയാണ് ശരിക്കും യഥാർത്ഥത്തിൽ ഇവിടെ ഗുണം ചെയ്തിരിക്കുന്നത്. ഇടതുപക്ഷത്തിന് മുൻകാല തെരഞ്ഞെടുപ്പുകളിൽ ലഭിച്ചിരുന്ന ഭൂരിപക്ഷ വോട്ടുകളിലും അതുപോലെ തന്നെ ന്യൂനപക്ഷ വോട്ടുകളിലും വലിയൊരു ചോർച്ചയാണ് ഈ ഒരു നയവ്യതിയാനം മൂലം സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഇടതുപക്ഷത്തിന്റെ വോട്ട് ബാങ്ക് തകർന്നടിഞ്ഞിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഫലം കേരളം പിടിക്കുക എന്ന UDF-ന്റെ സ്വപ്നങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നതിനോടൊപ്പം തന്നെ 10 സീറ്റുകൾ എന്ന ബി.ജെ.പിയുടെ പ്രതീക്ഷകൾക്കും ആവേശം പകരുന്നത് തന്നെയാണ്. അതെന്തായാലും പറയാതിരിക്കാൻ കഴിയുകയില്ല.